ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് അവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ബൈബിൾ വായിച്ചു പോകുന്ന നമ്മുടെയൊക്കെ ഉള്ളിൽ എപ്പോഴും തോന്നാവുന്ന ഒരു സംശയമാണ്, അത്തിപ്പഴങ്ങളുടെ കാലമല്ലാതിരുന്നിട്ടും ഈശോ എന്തിനാണ് അത്തിവൃക്ഷത്തെ ശപിച്ചത്? മർക്കോസിന് സുവിശേഷം 11-ാം അധ്യായം 12 മുതൽ വാക്യത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. അടുത്ത ദിവസം അവർ ബഥാനിയയിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിലെന്തെങ്കിലും ഉണ്ടാകാമെന്ന് വിചാരിച്ച് അടുത്തു ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനിയൊരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവന്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. നമ്മളൊക്കെ പലപ്പോഴും ഈ സുവിശേഷം വായിച്ചു കേട്ടിട്ടുണ്ട്. അന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ന്യായമായ ഒരു സംശയം തോന്നിയിട്ടുണ്ട്, അത്തിപ്പഴങ്ങളുടെ കാലമല്ലാതിരുന്നിട്ടും ഈശോയെ എന്തിനാണ് അങ്ങ് അത്തിമരത്തെ ശപിച്ചത്? പ്രിയപ്പെട്ടവരെ, വചനത്തെ നമ്മൾ എപ്പോഴും വചനം കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് ഈശോ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് കൂടുതൽ ക്ലാരിറ്റിയോടെ മനസ്സിലാവുകയുള്ളൂ. ബൈബിൾ എഴുതപ്പെട്ടത് മനുഷ്യരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ കാലഘട്ടത്തിലെ ഇസ്രായേൽ അത്തിമരങ്ങൾ മാനസാന്തരപ്പെടാൻ വേണ്ടിയല്ല ഈശോ അത്തിവൃക്ഷത്തെ ശപിച്ചത്. അതിലേക്ക് ലീഡ് ചെയ്യുന്ന ചില പഴയ നിയമ വചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ജെർമിയ പ്രവാചന പുസ്തകം 8-ാം അധ്യായം 13-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ വിളവെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, എന്നാൽ മുന്തിരി ചെടിയിൽ ഫലമില്ല, അത്തിവൃക്ഷത്തിൽ കായ്കളുമില്ല, ഇലയെല്ലാം വാടിക്കൊഴിഞ്ഞിരിക്കുന്നു. അതിനാൽ അവരുടെ നേരെ ഞാൻ വിനാശകനെ അയക്കും. മുന്തിരിച്ചെടി ഫലമില്ല, അത്തിവൃക്ഷത്തിൽ കായ്കളുമില്ല. എന്നിട്ട് പറയാണ്, എന്നാൽ അവരുടെ നേരെ ഞാൻ വിനാശകനെ അയക്കും എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തോട് ഉപമിച്ചിട്ട് പറയാണ്, വ്യക്തികളിലേക്ക് എത്തിക്കുകയാണ്. അവരുടെ നേരെ ഞാൻ വിനാശകനെ അയക്കും. വീണ്ടും ഹോസിയ 9:10, മരുഭൂമിയിൽ മുന്തിരി എന്ന പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി, അത്തിവൃക്ഷത്തിലെ ആദ്യകാല ഫലം പോലെ നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ കണ്ടു. ഇവിടെയും കണ്ടോ, വൃക്ഷത്തോട് ഉപമിച്ചിട്ട് ലാസ്റ്റ് ഒരു വ്യക്തിയിലേക്ക് എത്തിക്കുകയാണ്, വ്യക്തികളിലേക്ക്. പഴയ നിയമത്തിലെ പിതാക്കന്മാരെ ഞാൻ കണ്ടു എന്ന വചനം പറയുന്നത്. വീണ്ടും ഈശോ മിശിഹായുടെ മുന്നോടിയ സ്നാപയോഹന്നാൻ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അണലി സന്തതികളെ ആസന്നമായ ഓടിയകലാൻ മുന്നേറിപ്പ് നൽകുന്നത് ആരാണ്? എന്നിട്ട് പറയുകയാണ്, മാനസാന്തരം ചോദിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ. വൃക്ഷങ്ങളുടെ പേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടുമെന്ന്. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യം, അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്, അവ നിന്നെ കാളക്കുറ്റിനെ പോലെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്കമരമായി തീരും. കണ്ടോ, ഒരു വ്യക്തിയെ മരത്തോട് ഉപമിക്കുകയാണ്, നീ ഒരു ഉണക്കമരമായി തീരും. വീണ്ടും യെശയ്യാ 27:6, ഭാവിയിൽ യാക്കോബ് വേര് പിടിക്കും, ഇസ്രായേൽ പുഷ്പിക്കുകയും ശാഖകൾ വിരിക്കുകയും ചെയ്യും. ഭൂമി മുഴുവൻ അതിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അത്തിമരത്തെ ഈശോ ശപിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ഒരു അത്തിമരത്തെ കാണരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചോദ്യം ഇതാണ്, എന്തിനാണ് ഈശോ അത്തിപ്പഴങ്ങളുടെ കാലമല്ലാതിരുന്നിട്ടും അത്തിവൃക്ഷത്തെ ശപിച്ചത്? പ്രിയപ്പെട്ടവരെ, ബൈബിൾ എഴുതപ്പെട്ടത് മനുഷ്യന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഒന്നാമത് നമ്മളിത് മനസ്സിലാക്കണം, ബൈബിൾ എഴുതപ്പെട്ടത് മനുഷ്യന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇസ്രായേലിലെ അത്തിമരങ്ങൾ മാനസാന്തരപ്പെടാൻ വേണ്ടിയല്ല ഈശോ അത്തിവൃക്ഷത്തെ ശപിച്ചത്. പകരം അത് നമ്മളിലേക്ക് എത്തുന്ന നമുക്ക് സൂചനയാണ്. ആ അത്തിമരം എന്ന് പറയുന്നത് നമ്മളാണെന്ന് ഈ വചനം നമ്മൾ ഓർപ്പിക്കണം. നമ്മൾ ഓരോരുത്തരുമാണ് ഈ അത്തിവൃക്ഷം. നമ്മളെപ്പോഴും ഫലം പുറപ്പെടുകയാണ് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. വെളിപാടിന്റെ പുസ്തകം 22:2 ഇങ്ങനൊരു വചനമുണ്ട്. നഗരവീതിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നൽകുന്നു, അത് മാസം തോറും ഫലം തരുന്നു. ഈശോ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനാകുന്ന അത്തി അല്ലെങ്കിൽ നിങ്ങളാകുന്ന അത്തി നമ്മളിൽ നിന്നും എപ്പോഴും ഫലം പുറപ്പെടുവിക്കുന്നുണ്ടെന്ന്. ഫലമുള്ള ജീവിതം നമ്മൾ ഉണ്ടാവണം ഈശോ ആഗ്രഹിക്കുന്നു. അന്ന് ഈശോ ശപിച്ച അത്തിമരം പ്രതീകമാണ്. നമ്മുടെയും അന്നത്തെ ജെറുസലേം ദേവാലയത്തിലെ പുരോഹിതരെ, സദുക്കാർ, അവരെല്ലാം അവരുടെ ഒരു പ്രതീകമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗം വായിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിലാണ്. 11-ാം അധ്യായം ഇങ്ങനെയാണ്, ജെറുസലേമിലേക്കുള്ള ഈശോയുടെ രാജകീയ പ്രവേശമാണ്, അതിനുശേഷം ദേവാലയ ശുദ്ധീകരണം. ഇതിനിടയ്ക്കാണ് അത്തിവൃക്ഷത്തെ ശപിക്കുന്ന ഭാഗം മർക്കോസ് സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. 11-ാം അധ്യായം 11-ാം വാക്യം, അവൻ ജെറുസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി ചുറ്റും നോക്കി, എല്ലാം കണ്ട ശേഷം നേരം വൈകിയിരുന്നതിനാൽ 12 പേരുടെ ബഥാനിയയിലേക്ക് പോയി. അതായത് ഈശോ ദേവാലയത്തിൽ വന്നെല്ലാം ചുറ്റും നോക്കി കണ്ടു. ഈശോയ്ക്ക് കാര്യമായ ഫലങ്ങളില്ല എന്ന് മനസ്സിലായി. അതിനുശേഷമാണ് അത്തിവൃക്ഷത്തെ ശപിക്കുന്ന ഈ ഭാഗം വെച്ചിരിക്കുന്നത്. അന്ന് ഈശോ ദേവാലയത്തിലെ പുരോഹിതരെ, ദേവാലയത്തിലെ സദുക്കാരെ, ഇവരെല്ലാം കൊണ്ട് ഇവരൊന്നും ഫലങ്ങൾ ഈശോയ്ക്ക് മനസ്സിലായി. ഇന്നിത് വായിക്കുമ്പോൾ ഈ 2024 നമ്മൾ വായിക്കുമ്പോൾ ഇത് നമ്മളെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ അത്തിമരം, ഫലമില്ലാത്ത അത്തിമരം. ഗലാത്യർക്ക് ലേഖനം
5-ാം അധ്യായം വാക്യങ്ങൾ നമുക്കറിയാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമന, സഹനശക്തി, വിശുദ്ധി, മിതത്വം, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരെ നിയമമില്ലെന്ന്. അവിടെ ദൈവം ആഗ്രഹിക്കുന്ന നമ്മളെപ്പോഴും ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അത്തിവൃക്ഷത്തെ ഈശോ ശപിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ദുരിതങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകാതിരിക്കും ഈശോയോട് വിശ്വസ്തരാവാൻ ഫലം പുറപ്പെടുന്ന ജീവിതമാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. താങ്ക് യു.